നമസ്കാരം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് റോയിയെക്കുറിച്ച് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ കുറേ ദിവസമായി നമ്മളെല്ലാം മാറി മാറി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് റോയി. അതുകൊണ്ട് തന്നെ റോയിയുടെ അപ്രതീക്ഷിതമായ മരണം 57-ാമത്തെ വയസ്സിലെ സ്വയം ജീവനെടുക്കാനുള്ള തീരുമാനവും സ്വാഭാവികമായും ഇത്തരം ചർച്ചകൾക്ക് കാരണമാകും. ആർക്കും അറിയില്ല റോയിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ റോയിയുടെ കുടുംബക്കാർ സത്യസന്ധമായി കാര്യങ്ങൾ പറയണം. അവർ മാധ്യമങ്ങളെ കാണും എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെച്ചു. ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാൻ അവർ തീരുമാനിച്ചത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ, പ്രത്യേകിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ പൊട്ടിത്തെറിക്കാനും ഇതിനൊരു രാഷ്ട്രീയ മാനമുണ്ടാക്കാനുമുള്ള നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു. കാരണം അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു. അവിടെ അന്വേഷണ സംഘം എത്തിയ സമയത്ത് തന്നെയാണ് മരണം സംഭവിച്ചത്. ഒപ്പം കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരായതുകൊണ്ട് റോയി സാമ്പത്തികമായി സഹായിച്ചതിൽ പ്രധാനപ്പെട്ടവർ കർണാടക കോൺഗ്രസ്സുകാരാണ് എന്ന ആരോപണമുള്ളതുകൊണ്ട് ആ പിന്തുണയും പ്രതീക്ഷിച്ചു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ മാറിമറിയുന്നു. പ്രത്യേകിച്ച് റോയിയുടെ ഒരു ഡയറി കണ്ടെത്തി എന്ന വാർത്ത പുറത്തു വരുന്നതോടെ ആ ഡയറി ആത്മഹത്യാക്കുറിപ്പായി പരിഗണിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക ബാക്കിയാണ്. എങ്കിലും ആ ഡയറിയിൽ ഏതാണ്ട് 9 പേജോളം റോയി മരണത്തെക്കുറിച്ചുള്ള സൂചനകൾ, സ്ഥാപനം എങ്ങനെ മുമ്പോട്ട് പോകണം, ആരായിരിക്കണം തൻ്റെ പിൻഗാമി, ആർക്കൊക്കെയാണ് പണം കൊടുക്കാനുള്ളത്, ആരൊക്കെയാണ് പണം തരാനുള്ളത് തുടങ്ങിയ കണക്കുകൾ വരെ എഴുതി എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇതോടെ ആവാം കമ്പനിയും കുടുംബവും പതിയെ പിന്മാറുകയാണ്. എന്നാൽ പിന്മാറ്റം കൊണ്ടൊന്നും ഇത് അവസാനിക്കുകയില്ലെന്നും അന്വേഷണം തുടരുമെന്നും, പ്രത്യേകിച്ച് ആദായ നികുതി വകുപ്പിനെതിരെ ഇത്രയും ഗൗരവമേറിയ ആരോപണം ഉണ്ടായതുകൊണ്ട് പിന്നാമ്പുറ കഥകൾ ചികഞ്ഞ് പുറത്തു കൊണ്ടുവരുമെന്നുമുള്ള സൂചനകളുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ വിഷയത്തിൽ മനോരമ എടുക്കുന്ന നിലപാടാണ്. സാധാരണഗതിക്ക് മനോരമ ആരെയും മുറിപ്പെടുത്താതെ മുമ്പോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നവരാണ്. അവർക്ക് റേറ്റിംഗ് ഒന്നും ഒരു പ്രശ്നമല്ല. അവർ അവരുടെ നിലപാടിൽ ആരെയും മുറിപ്പെടുത്താതെ, ആരെയും അനാവശ്യമായി ഉപദ്രവിക്കാതെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്ന മാധ്യമമാണ് മനോരമ. മറ്റു മാധ്യമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി വ്യക്തവും ശക്തവുമായ റിപ്പോർട്ടുകളാണ് കൊടുക്കുന്നത്. റോയിയുടെ മരണത്തിൻ്റെ പിന്നിൽ ദുരൂഹമായ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ റോയിയുടെ സാമ്പത്തിക പ്രതിസന്ധി പോലും ഒരു മൂല കാരണമാണ് എന്ന് മനോരമ പറയുന്നു. റോയി സീറോ ഡെപ്റ്റ് കച്ചവടക്കാരൻ എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ഒരു ബാങ്കിൽ നിന്നും 1 രൂപ പോലും ലോൺ എടുക്കാതെ കച്ചവടം ചെയ്യുന്നയാൾ, ആർക്കും ഒരു കടബാധ്യതയുമില്ലാത്തയാൾ. ഇതാണ് റോയിയെക്കുറിച്ച് പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. റോയിക്ക് കടബാധ്യതകൾ ഉണ്ടായിരുന്നു. കടബാധ്യതകൾ ഇല്ലാതെ റോയി കച്ചവടം നടത്തിയത് ബാങ്കുമായി കടബാധ്യതകൾ ഇല്ലാത്തത് കൊണ്ടാണ്. ബാങ്കുമായി കടബാധ്യത ഇല്ലാത്തതിൻ്റെ പിന്നിൽ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മനോരമ ഏറ്റവും ഒടുവിൽ കൊടുത്ത റിപ്പോർട്ട് കേൾക്കുക. ഞാൻ ഈ വാർത്ത ചെയ്യുമ്പോഴും മനോരമയുടെ ഓൺലൈൻ എഡിഷനിലെ മെയിൻ സ്റ്റോറിയാണത്. തലക്കെട്ട് ഇങ്ങനെയാണ്: ഭയന്ന് നിക്ഷേപകർ പിന്മാറി, റോയി സമ്മർദ്ദത്തിലായി, പണം നൽകിയത് രാഷ്ട്രീയ സിനിമ മേഖലയിലുള്ളവർ. ഇത് ഏതെങ്കിലും ഒരു യൂട്യൂബറുടെ തിയറി അല്ല, മലയാള മനോരമയുടെ തിയറിയാണ്. ബംഗളൂരു കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ CJ റോയി 6 മാസമായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തി. കടബാധ്യതയില്ലെങ്കിലും ദുബായിലും കേരളത്തിലുമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കായി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നുള്ളവരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ വലയിൽ റോയി കുടുങ്ങുമെന്ന് സംശയിച്ച് ചില നിക്ഷേപകർ പണം തിരിച്ചു ചോദിച്ചത് സമ്മർദ്ദം കൂട്ടാൻ കാരണമായെന്നാണ് നിഗമനം. പല ഇടപാടുകളുടെയും സ്രോതസ് വെളിപ്പെടുത്താനാവാതെ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയെന്നാണ് സംശയിക്കുന്നത്. ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്ന് നിക്ഷേപകരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ റോയി എഴുതിയ കുറിപ്പും ലഭിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥർ നഗരത്തിൽ തുടരുകയാണെന്നും സൂചനയുണ്ട്. 30-ന് നടന്ന പരിശോധനയിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖകൾ ആവശ്യപ്പെട്ടതോടെയാണ് റോയിയെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് പിന്നിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദമാണെന്ന് പറയാറായിട്ടില്ലെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര പറഞ്ഞു. ഈ വാർത്തയിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിലത്തെ വരി: ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദം കൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ആഭ്യന്തരമന്ത്രിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. അവർക്ക് പോലും ബോധ്യപ്പെട്ടു ഈ അന്വേഷണം ചെന്നെത്തുന്നത് ആദായ നികുതി വകുപ്പിന് നേരെയല്ല, നേരെ മറിച്ച്
CJ റോയി എന്ന് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ബിംബമാക്കി വളർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയുടെ കപടതയിലേക്കാണ് എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ടാണ് മനോരമയുടെ റിപ്പോർട്ടിൽ പറയുന്നു, റോയിയുടെ നിക്ഷേപകരിൽ പലരും രാഷ്ട്രീയ രംഗത്തെയും സിനിമാ രംഗത്തെയും പ്രമുഖരായിരുന്നുവെന്ന്. ആ പ്രമുഖർ പലരും റോയിയോട് പണം ചോദിച്ചു. എന്തു സാഹചര്യത്തിൽ? കഴിഞ്ഞ 5-6 മാസമായി റോയി കേന്ദ്ര എക്കണോമിക് ഇന്റലിജൻസ് വിങ്ങിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. റോയി മാത്രമല്ല, ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 6 റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകൾ, അവർ എല്ലാവരും തന്നെ കേന്ദ്ര എക്കണോമിക് ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലാണ്. പുതിയ പുതിയ പദ്ധതികൾ അനൗൺസ് ചെയ്യുന്നു, വലിയ തോതിൽ വിറ്റുപോകുന്നതായി കാണിക്കുന്നു. എന്നാൽ ഇവരുടെയൊന്നും സാമ്പത്തികാവസ്ഥ സുസ്ഥിരമല്ല. ഇതിൽ തന്നെ ഏറ്റവും ശ്രദ്ധ നേടിയത് റോയിയുടെ സീറോ ഡെറ്റ് എന്ന പ്രഖ്യാപനമാണ്. റോയി തന്റെ അഭിമുഖങ്ങളിലെല്ലാം അടിവരയിട്ട് പറഞ്ഞത് തൻ്റെതൊരു സീറോ ഡെറ്റ് ബിസിനസ് സംരംഭമാണെന്നാണ്. അത് ആർക്കും പിടികിട്ടിയില്ല. എങ്ങനെയാണ് ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം? പലരും പറയുന്നത് 9,000 കോടിയുടെ ബിസിനസ് സാമ്രാജ്യം എന്നാണ്. ഈ 9,000 കോടിയുടെ ബിസിനസ് സാമ്രാജ്യം 1 രൂപ പോലും കടമെടുക്കാതെ ചെയ്യുന്നത് എങ്ങനെ? സ്വാഭാവികമായ ചോദ്യം. ഈ സംശയം ആദായ നികുതി വകുപ്പിനുണ്ടായി. അവർക്ക് പരിശോധിക്കാൻ അവകാശമുണ്ട്. നമുക്കൊക്കെ കേൾക്കുന്ന തള്ള് വിശ്വസിക്കാൻ അവകാശമുള്ളൂ. അവർ പരിശോധിച്ചു. പരിശോധനകൾ മുമ്പോട്ട് പോയി. ആ പരിശോധനകൾ ഇടയിൽ UAE സർക്കാരിന്റെ പുതിയ മണി ലോണ്ടറിംഗ് നിയമം കൂടി സഹായകരമായി. UAEയും ഇന്ത്യയും തമ്മിൽ ധാരണയുണ്ട്. പരസ്പരം കണക്കുകൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട്. UAEയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന കണക്കുകൾ ഇന്ത്യയുടെ തലയിൽ വെച്ചും ഇന്ത്യയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന കണക്കുകൾ UAEയുടെ തലയിൽ വെച്ചുമായിരുന്നു. അതുകൊണ്ട് തന്നെ ദുരൂഹതയുണ്ടെന്ന് വ്യക്തമാകുന്നു. വാസ്തവത്തിൽ ഈ സീറോ ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരുടെയും സിനിമക്കാരുടെയും കള്ളപ്പണ നിക്ഷേപമാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. മനോരമയോട് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. എന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്കും സിനിമക്കാർക്കുമൊക്കെ കള്ളപ്പണം ധാരാളമുണ്ട്. അതെങ്ങനെയാണ് എന്ന് നോക്കുക. ഒരു സിനിമയിൽ മോഹൻലാലിന്റെ പ്രതിഫലം 25 കോടിയും മമ്മൂട്ടിയുടേത് 15 കോടിയുമാണെന്ന് പറയപ്പെടുന്നു. ഇതാണ് ഇൻഡസ്ട്രിയിലുള്ളവർ പറയുന്നത്, വാർത്തകൾ വരുന്നത്. മമ്മൂട്ടിയോ മോഹൻലാലോ പറഞ്ഞിട്ടില്ല. ഓരോ സിനിമയ്ക്കും 25 കോടി അല്ലെങ്കിൽ 10 കോടി 15 കോടി അവർ കൃത്യമായി ബാങ്ക് വഴി കൈപ്പറ്റി നികുതി അടയ്ക്കുന്നുണ്ടോ? ഇല്ല. ഇവരിങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്ന സ്വത്തിന്റെ എല്ലാം നികുതി അടയ്ക്കുന്നുണ്ടോ? ഇല്ല. ഇവരുടെ ആരുടെയും നികുതി കണക്ക് നമുക്കറിയില്ല, സ്വകാര്യമാണ്. ഇവരൊക്കെ കണക്കിൽ കുറച്ചു പ്രതിഫലമാണ് വാങ്ങുന്നത്. എന്തിനേറെ ഒരു ഭൂമി ഇടപാട് നടക്കണമെങ്കിൽ പോലും രജിസ്ട്രേഷന് വില മുഴുവൻ നമ്മൾ പോലും കൊടുക്കുന്നില്ല. അതാണ് നാട്ടിലെ അവസ്ഥ. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ഇത്തരം സിനിമക്കാർ, വലിയ പ്രതിഫലം കൈപ്പറ്റുന്നവർ, അവർ കുറച്ചു പണം കള്ളപ്പണമായി വാങ്ങുന്നു. അതുപോലെ രാഷ്ട്രീയക്കാർ, അവർക്കിവിടെ അഴിമതി നടത്തുന്ന പണം ഉപയോഗിക്കാൻ പ്രയാസമാണ്. അവർക്കത് കുഴൽ ചാനലിലൂടെ ദുബായിലും മറ്റും എത്തിച്ച് വെളുപ്പിച്ചെടുക്കണം. ഇതൊരു വശത്തുള്ളവർ. മറുവശത്ത് മനുഷ്യന്റെ എല്ലാം കയ്യിൽ പണമുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്താൽ അവന് 50 ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റിയായി കിട്ടും. ശിഷ്ടകാലം ജീവിക്കാൻ പെൻഷനുണ്ട്. അപ്പോഴേക്കും അവന്റെ മക്കൾ നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞിരിക്കും. അവന്റെ ഗ്രാറ്റുവിറ്റി മിച്ചമാണ്. ഈ ഗ്രാറ്റുവിറ്റിയും PF എല്ലാം കൂടിയാണ് കിട്ടുന്നത്, മിച്ചമാണ്. അതൊരു വശം. ഇനി മറ്റൊരു വശം, എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവർ, അവർക്ക് മിച്ചം വെച്ച് കുറെ ലാഭം ഉണ്ടാവും. വിദേശത്ത് പോകുന്നു, ഇവർക്കെല്ലാം പണമുണ്ട്. ഇങ്ങനെ ഈ പണമുള്ള കുറെ ആളുകളെ വട്ടം പിടിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ബ്ലേഡ് കമ്പനികളും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും NBFCകളും ഒക്കെ നിൽക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ പണമുണ്ടെങ്കിൽ ഈ കേവലം 50-60 ലക്ഷത്തിന് അപ്പുറത്തേക്ക് അഴിമതിയിലൂടെയും കള്ളപ്പണ ഇടപാടിലൂടെയും കൈക്കൂലിയുടെയും ഒക്കെ കോടികൾ കയ്യിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിതമായി നിക്ഷേപം വേണം. ആ നിക്ഷേപത്തിന് എളുപ്പമുള്ള വഴികളാണ് ഇത്തരം റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ. ഈ റിപ്പോർട്ടും പ്രകാരം CJ റോയിക്ക് ഇത്തരത്തിൽ രാഷ്ട്രീയക്കാരും, എനിക്കിതിനെ ഔദ്യോഗികം ഇതിനെക്കുറിച്ച് പറയാൻ അറിയില്ല, മനോരമ പറയുന്നതനുസരിച്ച്, മനോരമയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു പക്ഷേ CJ റോയിക്ക് ഇങ്ങനെ കള്ളപ്പണക്കാർ പണം കൊടുത്തിട്ടുണ്ടാവാം. അവരുടെ നിക്ഷേപം വെച്ച് ഒരുവിധം മുമ്പോട്ട് പോകുന്നു. അതിനിടയിൽ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം ഉണ്ടാവുന്നു. ആദായ നികുതി വകുപ്പ് വന്ന ഓരോ പണത്തിന്റെയും പോയ ഓരോ പണത്തിന്റെയും കണക്കെടുക്കും. അതിന്റെ തുടർച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കും. അന്ന് കള്ളപ്പണ ഇടപാട് സംശയിക്കപ്പെട്ടാൽ EDയെ വിവരം അറിയിക്കും. ED അന്വേഷിക്കും. EDയുടെ അന്വേഷണവും കോൺഫിഡന്റ് ഗ്രൂപ്പിനെതിരെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ EDയും ആദായ നികുതി വകുപ്പും ഒക്കെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി ഈ പണ നിക്ഷേപം നടത്തിയവർ പതിയെ പതിയെ പിൻവലിക്കും. സീറോ ഡെറ്റ് എന്ന പ്രഖ്യാപനമുണ്ട്. ഈ പിൻവലിച്ചവർ പണം ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വരുന്നു, ചിലർക്ക് കൊടുക്കാൻ കഴിയാതെ വരുന്നു. ഇങ്ങനെ ഉണ്ടാകുന്നൊരു മാനസിക സമ്മർദ്ദം, അതായത് ബിസിനസ്സിന് എങ്ങനെ മുമ്പോട്ട് പോകും? കാരണം നിക്ഷേപകർ പതിയെ പതിയെ പിന്മാറുന്നു. ഇതുവരെ ഉയർത്തിവെച്ചിരുന്ന ഈ സാഹചര്യങ്ങളെല്ലാം മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല, ഈ ആദായ നികുതി വകുപ്പിന്റെ ഒക്കെ കണക്കിൽപ്പെട്ടു പോയി കഴിഞ്ഞാൽ
പിന്നെ ഇതൊക്കെ കോടികൾ അടയ്ക്കേണ്ടി വരും. ആ ഒരു നാണക്കേടിനെ ഭയന്നാവാം മരണം തെരഞ്ഞെടുത്ത്. പെട്ടെന്നുണ്ടായ പ്രകോപനമല്ല, നേരത്തെ തീരുമാനിച്ചുണ്ടായത്. ഇതിനൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ ഇദ്ദേഹത്തിന്റെ ആഡംബര ജീവിതത്തെ ചെറുതായി കാണരുത്. നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് പണം ഉണ്ടാകുന്ന മനുഷ്യരൊക്കെ ആഡംബര ജീവിതത്തിന് വേണ്ടി സമയം കണ്ടെത്തും. ഈ ഉണ്ടാക്കുന്ന പണത്തിന്റെ ഒരു കുഴപ്പം, ഇത് ഉപയോഗിക്കാൻ പലപ്പോഴും മനുഷ്യൻ എന്ന നില അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. കാരണം ആരോഗ്യ പ്രശ്നം കാണും, ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന കുറെ വാഹനങ്ങൾ വാങ്ങുക, വേറെ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഭക്ഷണം നമുക്ക് സാധാരണ കഴിക്കുന്നവരും കഴിക്കാൻ പറ്റത്തില്ല. നല്ല രുചിയോടെ ഭക്ഷണം കഴിക്കാൻ ഇവർക്ക് പറ്റാതാവും, ആരോഗ്യ പ്രശ്നമുണ്ട്. ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റും, അല്ലെങ്കിൽ 3 വീട്ടിൽ താമസിക്കാന്ന് വെച്ചോ. ഇതിൽ കൂടുതൽ ഒരുപാട് വീടുണ്ടാക്കിയിട്ട് എന്താ കാര്യം? അങ്ങനെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? ആഡംബരം കാണിക്കും. അത് വലിയ മുതലാളിമാരുടെ കാര്യം. എന്നാൽ നാട്ടുകാരെ പറ്റിച്ച് പണം എടുക്കുന്നവർ, മറ്റുള്ളവരുടെ നിക്ഷേപം സ്വീകരിക്കുന്നവർ, അവരും വലിയ മുതലാളിമാരാവാൻ ശ്രമിക്കും. കാരണം അവർ ഈ ജാട കാണിക്കുന്നത് കൊണ്ടാണ് അവർക്ക് നിക്ഷേപം കിട്ടുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിത നിലവാരം ഉയർന്നു നിൽക്കണം. അവർ ഹെലികോപ്റ്റർ യാത്ര ചെയ്യണം, അവർ റോൾസ് റോയ്സിൽ യാത്ര ചെയ്യണം, അവർ ഇടയ്ക്കിടെ വാഹനം മാറണം. അങ്ങനെ അവർ വലിയ സമ്പന്നരാണ് എന്ന് തോന്നലുണ്ടായാൽ മാത്രമേ നിക്ഷേപകർ അല്ലെങ്കിൽ അവരെ സാമ്പത്തികമായി പണം കൊടുക്കുന്നവരെ സഹായിക്കൂ. കടമല്ലെന്ന് ഓർക്കണം. അത് വലിയ ലാഭത്തിൽ പോകുന്ന ഒരു ബിസിനസ്സിലേക്ക് ഈ നിക്ഷേപകർ കൊണ്ട് പണമിടുക. 1 കോടി രൂപ ഇട്ടാൽ അവന് 2 കോടി കിട്ടുമെന്ന വിശ്വാസമുണ്ട്. അല്ലാതെ റോയിയെ സഹായിക്കാൻ വേണ്ടിയിട്ടോ മറ്റാരെങ്കിലും സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്നതല്ല. അങ്ങനെ കൂടുതൽ ലാഭത്തിന് വേണ്ടി, ബാങ്കിൽ ഇട്ടാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ലാഭത്തിന് വേണ്ടിയാണ് നിയമപരമായി ധനമുള്ളവർ പോലും ഈ കടന്ന വഴിക്ക് പോകുന്നത്. കള്ളപ്പണക്കാർക്ക് വേറെ വഴിയൊന്നുമില്ല. ഇങ്ങനെയുള്ള ഇടപാടുകളുടെ വിശദാംശങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും ഒക്കെ എത്തപ്പെട്ടു എന്ന ആശങ്കയിലാണ് റോയി മരണം സ്വീകരിച്ചത് എന്ന നിഗമനത്തിലെത്തണം. അതാണ് വീട്ടുകാരുടെ ഇപ്പോഴത്തെ നിശബ്ദത സൂചിപ്പിക്കുന്നത്. മറിഞ്ഞുള്ള റോയിയുടെ അത്യാഡംബര ജീവിതം നിങ്ങൾ കണ്ടില്ലേ? റോയിയുടെ ചില വീഡിയോ ദൃശ്യങ്ങൾ എടുത്ത് നോക്കുക, നമുക്ക് തമാശ തോന്നും. കോപ്രായം കാണിക്കുന്നതാണ്. ഇങ്ങനെ കൈ ഇങ്ങനെ എടുത്ത് 2 കൈ കാണിക്കുന്നു, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു, ഭാര്യയും പിള്ളേരെ അടുത്ത് നിർത്തുന്നു, എല്ലാവരും ഒരേ സമയം ഇങ്ങനെ കൈവെക്കാൻ പറയുന്നു. ഒരുമാതിരി തമാശയാണ്. വലിയ കാറ് തുറന്നിട്ട് ലൈറ്റ് ഇട്ടിട്ട് 2 പേരും മുമ്പിൽ നിന്നിട്ട് ആക്ഷൻ കാണിക്കുന്നു, ഓടിപ്പോയി കാറിൽ കയറുന്നു. ഇത്തരത്തിൽ ഈ ജീവിതത്തിന്റെ ആഡംബരം നാട്ടുകാരെ കാണിക്കാനുള്ള ഒരു വല്ലാത്ത അഭിനിവേശം റോയിക്ക് ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ പ്രകടനപരതയിലേക്ക് മാറുന്നത് അവർ സമ്പന്നരായതുകൊണ്ടല്ല, സമ്പന്നരാണ് എന്ന് നാട്ടുകാരെ കാണിക്കാനാണ്. ഇങ്ങനെ ഷോ കാണിച്ച് നാട്ടുകാരിൽ നിന്നും പണം സ്വീകരിച്ച് വലിയ അവകാശവാദങ്ങളുമായി മുമ്പോട്ട് പോകുന്നവർക്ക് ഇത്തരം സമ്മർദ്ദങ്ങൾ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരാവണം, ഏത് സമ്മർദ്ദത്തെയും താങ്ങാൻ പറ്റും. കാരണം ബിസിനസ് ജീവിതം തന്നെ കെട്ടിപ്പടുത്തിരിക്കുന്നത് ഇത്തരം ഉഡായിപ്പുകളിലൂടെയാണ്. പക്ഷേ റോയി ഈ ഉഡായിപ്പ് പിന്നാമ്പുറത്ത് നടത്തി വലിയ ആഡംബര ജീവിതം നടത്തി മുമ്പോട്ട് പോയപ്പോൾ ഇനി അതിനേക്കാൾ താഴ്ന്നൊരു ജീവിതം ഓർക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ജീവിതം വേണ്ടെന്ന് വെച്ചു എന്ന നിഗമനത്തിലേക്ക് തന്നെ പോവേണ്ടി വരുമെന്നാണ് ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഞാൻ ഈ കർണാടകയിലെ ചാനലുകളുടെ വാർത്തകൾ എടുത്ത് നോക്കുക, അവരൊക്കെ പറയുന്നത് അങ്ങനെയാണ്. റോയി ഊതി വീർപ്പിച്ചൊരു ബലൂണായിരുന്നു. മാധ്യമങ്ങളെല്ലാം കൊടുത്ത് റോയിയെ മഹാനാക്കി. റോയിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. എൻഫോഴ്സ്മെന്റിന്റെയും ഇൻകം ടാക്സിന്റെയും കൂടി അന്വേഷണം കൂടി വന്നപ്പോൾ റോയിയുടെ കാലിടറി. റോയി അങ്ങനെ ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അത് ഇവിടുത്തെ മാധ്യമങ്ങൾ എല്ലാം കൂടി ഇൻകം ടാക്സിന്റെ തലയിൽ വെക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകളും സൂചനകളും പോകുന്നത്.